കഴിഞ്ഞു. ഇനി വരുന്ന ഹാപ്പി ന്യൂ ഇയർ ആണ്. അപ്പൊ എങ്ങനെ ഹാപ്പി ആയിട്ട് നമുക്ക് 2025 വരവേൽക്കാം? അതായത് ഒരു ഡെപ്റ്റ് ഫ്രീ 2025 എങ്ങനെ ഉണ്ടാക്കാം? നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ള മീൻസ് ഡെപ്റ്റ് ഉള്ളവരാണെങ്കിൽ, കടമുള്ളവരാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് കടമുള്ളത്, ഏതൊക്കെ കടങ്ങൾ, ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്കിൽ, അങ്ങനെ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ളത്, ഇതെല്ലാം നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള, ഏറ്റവും ഹൈ ഇൻട്രസ്റ്റ് നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്ലാൻ മീൻസ് ലോൺ അല്ലെങ്കിൽ കട ഏതാണോ അതിനെ വാച്ച് ചെയ്ത് അതിനെ ഏറ്റവും വേഗം തീർക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ എക്സ്പെൻസസ്, അനാവശ്യമായ എക്സ്പെൻസസ് കുറച്ചിട്ട് ഈ ഒരു ഡെപ്റ്റിലേക്ക് സേവ് ചെയ്യുക. ഡെപ്റ്റ് പരമാവധി വേഗം തീർക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കുന്ന കാര്യം, അവോയ്ഡ് ന്യൂ ഡെപ്റ്റ്. പുതിയ കടങ്ങൾ ഒഴിവാക്കാം. ഇനി പുതിയ കടങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെ ഒരു പ്ലാൻ, അതായത് എങ്ങനെ നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് തന്നെ പരമാവധി കടം തീർക്കാം, അല്ലെങ്കിൽ പുതിയ ഡെപ്റ്റ് തുടങ്ങാതെ തന്നെ എങ്ങനെ നല്ല രീതിക്ക് അതിനൊരു പ്ലാൻ സെറ്റ് ചെയ്യുക. ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഓൾറെഡി ലോൺ അല്ലെങ്കിൽ കട ഉള്ള ആളാണെങ്കിൽ അത് ഡെപ്റ്റ് ഫ്രീ ആക്കാൻ അല്ലെങ്കിൽ ഒന്ന് സെറ്റ് ആയിട്ട് വരാൻ നിങ്ങൾക്ക് പറ്റും. അപ്പൊ